ഞങ്ങൾ ഇന്നൊരു ഡിന്നർ ഡേറ്റിന് പോവാണ് ഗ്രാൻഡ് ഹയത്തിലേക്ക്. നമ്മൾ ആദ്യം തന്നെ പോയത് ഈ ഒരു ഗാർഡനിലേക്കാട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിൽ. ഇങ്ങനെയാണ് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇതാണ് അല്ലേ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഹൗസ് ബോട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കായലൊക്കെ കറങ്ങി കാണാൻ വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഹൗസ് ബോട്ടാട്ടോ ഇത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്നൊന്ന് കറങ്ങി കാണണമെന്ന്. ഇപ്പോഴാണ് ഇതിനൊരു അവസരം കിട്ടിയത്. ചാടരുത്, അയ്യോ അയ്യോ ചാടരുത് ചിക്കി, ചാടരുത്. എന്താണ് വെത്തന വയ്യുന്നത് ചിക്കി? ഇവിടെ വന്നത് ചിക്കി, ഇവിടെ വന്നത്. ചിക്കിക്ക് ഫോട്ടോ എടുക്കണ്ട, കാക്കേനെ കണ്ടാല്. ഇതാ കാക്ക നടന്ന് പോവാ. ചിക്കി കാക്കേനെ കണ്ടിട്ട് ചിക്കി ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് ചിക്കിന്റെ ഫേസിൽ ഒരു ചിരി വന്നേ. കാക്ക എവിടെ ചിക്കി? ഞാനൊരു ഓണത്തിന്റെ ടൈമിലായിരുന്നു ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ റെസ്റ്റോറൻറ്റ്സൊക്കെ ഒന്ന് പോയി കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ദിവസം ഇവിടെ വന്ന് ഒന്ന് മൊത്തം കറങ്ങി കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. ഇതിൻ്റെ മേലെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇത് എൻ്റെ ബാക്കിൽ കാണുന്ന ബ്രിഡ്ജും പിന്നെ ഈ ഒരു കായലും എല്ലാം മുകളിലത്തെ ഏത് റെസ്റ്റോറൻ്റാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിലിരുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് അങ്ങനെ കുറേ നേരം വേണമെങ്കിൽ നോക്കിയിരിക്കാൻ തോന്നും. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ വേറൊരു ദിവസം കൊണ്ടുവരണം. എനിക്ക് ജസ്റ്റ് ഒന്ന് അന്ന് ഇന്നതാണ് റെസ്റ്റോറൻറ്റ് അങ്ങനെ ഓരോന്നും ചെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ഇത്രയൊന്നും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഓണം പ്രോഗ്രാമായിട്ട് അവിടെ വേറെ ഓരോ തിരക്കിലായി. പിന്നെ കുട്ടൂസും കുറച്ചുകൂടെ ചെറുതാണ്, 3 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും ഇപ്പോൾ ഉള്ള അത്ര ഒരു ഫ്രീ ആയിരുന്നില്ല അന്ന്. എന്തായാലും നല്ലൊരു ഈവനിങ് സൺസെറ്റൊക്കെ ഇവിടെ തന്നെ കണ്ടു. ഈ ഒരു ബ്രിഡ്ജും വാട്ടറും എല്ലാം നല്ല ലോങ് വ്യൂവിൽ ആ മേലത്തെ ഫ്ലോറിലിരുന്ന് കാണുന്ന സമയത്ത് എത്ര നേരം വേണമെങ്കിലും അതിങ്ങനെ നോക്കിയിരുന്ന് പോകുന്നിങ്ങനെ തോന്നും. അവിടേക്ക് ഇന്നും പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിന്ന് ക്യാമറ എടുക്കുന്നു. അപ്പം ഞാൻ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് വന്നതായിരുന്നു. സാറില്ല, നേരത്തെ കൊടുക്കണം പെർമിഷൻ. ഓ ഇത് നോക്ക്, ഇത് ഇവിടെ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ താൻ ഉണ്ടായതോ? ഇത് കാട്ടുചെടിയല്ലേ, പക്ഷെ ഇത് കാണാൻ ഭംഗിയാ. അങ്ങനെ കായൽ സൈഡിൽ ഒരു സൺസെറ്റും കണ്ടു. നേരെ കാണുന്നത് കണ്ടെയ്നർ ആട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു ടെന്നീസ് കോർട്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഗെയിംസൊക്കെ കളിക്കാം. പിന്നെ ഞാൻ കുട്ടൂസിനെ എൻഗേജ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ബോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഇങ്ങനെയൊക്കെയല്ലേ ഈ ഒരു അവസരം കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്നാൽ ഇതും കണ്ടേക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് മീറ്റിംഗ് നടക്കുന്ന ബോട്ട്.
ദൂരത്ത് നിർത്തിയിട്ടത് ഇവിടെ റൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബോട്ട്. ഇവിടുന്ന് ഫോട്ടോ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഇതാ ഇരുടാൻ തുടങ്ങി. ലൈറ്റ്സ് ഒക്കെ ഓണായി. കാണുന്നുണ്ടോ? ഇവിടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ചെറിയ കുട്ടികളെ കണ്ടാൽ മോന് പിന്നെ വേറെ ഒന്നും വേണ്ട. ആ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന കുട്ടീൻ്റെ അടുത്തേക്ക് തന്നെ ഫുൾ അറ്റൻഷനും ഉണ്ടോ. ഇങ്ങോട്ടൊന്നും നോക്കുന്ന പോലുമില്ല. ഇവിടെ ഒരു പ്ലേ സോൺ ഉണ്ട്. പ്ലേ സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അതാ ദൂരെ അത് പ്ലേ സോണാ. ഇത് താഴെ നേരെ കാണുന്നത് പ്ലേ സോണാണ്. ഇവിടെ അതാ സാൻഡൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ്. ഇന്നലെ നമ്മൾ പാർക്കിൽ പോയപ്പോൾ സ്ലൈഡിലൊന്നും കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കയറ്റാൻ പറ്റുമോ? ഇത് ചിക്കി തുഴഞ്ഞിറങ്ങേണ്ട അവസ്ഥയാണല്ലോ. ചിക്കി ഒന്ന് അടങ്ങിയിരിക്കും. ആരെങ്കിലും വരുമ്പോ ചെക്കർ എന്തൊരു പാവാ നോക്ക്. ഇപ്പൊ എല്ലാം വലിച്ചിടാൻ പോകും. ഇവിടെ പുറത്ത് നമ്മൾ ഇരുന്നു. പൂൾ സൈഡാണ് കേട്ടോ. ഞാൻ വ്യൂ കാണിച്ചു തരാം. പൂൾ ഇതാണ്. ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ കളിച്ച സാൻഡ് പിറ്റ്. ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓണായിട്ട്. ഞാൻ പറഞ്ഞ വ്യൂ ആക്ച്വലി ഇതിലും മുകളിൽ നിന്നാട്ടോ. അത് ഭയങ്കര അടിപൊളിയാണ്. പറ്റുമോയെന്നറിയില്ല. പറ്റുവാണെങ്കിൽ ഇന്നൊന്ന് പോയി നോക്കണം. തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്നുണ്ടാവില്ല. നമ്മളിവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ വന്നതാട്ടോ. കൂടെ ഒരു പീസ് ഓഫ് കേക്ക് ഓർഡർ ചെയ്തു. എന്തായിരുന്നു? കൊക്കോ ക്രഞ്ചോ. ഞാൻ പണ്ട് മാഷ്മെല്ലോ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടോപ്പിംഗ് ആയിട്ട് മാഷ്മെല്ലോ ആണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ ഗോവയിൽ നിന്ന് കഴിച്ചത് വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. എൻ്റെ ഏട്ടൻ പറഞ്ഞു അത് ചോക്ലേറ്റ് അല്ല പൊടിയാണ് ഇട്ടത്. നല്ല കേട്ടെ. എന്താ കൊക്കോ ക്രഞ്ച്. ഇതിന് നട്ട്സ് ആണോ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഈ ക്രഞ്ച് എന്ന് പറയുന്നത്? പിന്നെന്താ? നല്ല കുട്ടൂസിൻ്റെ മൂഡ് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവനെ പിടിച്ച് ഉറക്കി. അവിടെ നല്ല കൊതുണ്ടായിരുന്നു കേട്ടോ. ഉറക്കം വന്നിട്ട് ബഹളം ഉണ്ടാക്കിയ. ഇപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇവിടെ തായ് സോണിൽ വന്നതാ. ചിക്കി ചിക്കി ചിക്കിക്ക് സ്പെഷ്യൽ ചെയർ അല്ലേ? ഓ അവിടെ കുക്കിംഗ് ഒക്കെ നല്ല പ്രകൃതിയായിട്ട് നടക്കാം. ഇവിടെ ആരാണ് ഒച്ച ഉണ്ടാക്കുന്നത്? ഇവിടെ ആരാണ് ഇവിടെ ഒച്ച ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാ കൈയെത്തിച്ച് എടുക്കാനുള്ള ശ്രമത്തിലാ ചിക്കി. അതൊന്നും എടുക്കാൻ പാടില്ല ചിക്കി. എന്ത് ചെയ്യോ? അതെടുക്കാൻ പാടുണ്ടോ? കുട്ടൂനെ കൂട്ടാതെയോ? അച്ഛൻ പരദൂഷണം പറയുന്നൊക്കെ ചിക്കി. ചിക്കിക്ക് ഇഷ്ടം. എന്താണ് അവിടെ ലൈറ്റ് ഇഷ്ടപ്പെട്ടോ ചിക്കിക്ക്? ഉണ്ടോ? എല്ലാം നോക്കുക അല്ലേ? മുകളിൽ ലൈറ്റ് ഉണ്ടോ? മുകളിൽ ലൈറ്റാ. എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട് അല്ലേ? ഓ അച്ഛാ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു തരാ. ആദ്യമായിട്ട് കാണുമല്ലേ. സാധാരണ ഈ കല്യാണത്തിനൊക്കെ അല്ലേ പോവുക. അപ്പോൾ ബഹളത്തിൽ മൂപ്പരാക്ക് ഇങ്ങനെ സംസാരിക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ, അവസരമില്ലല്ലോ. ഇപ്പോഴാണ് ഒക്കെ നോക്കുക. അവിടെ പുക, അവിടെ എന്താ ചിക്കി? അവിടെ പുക പോകുന്നുണ്ടോ?
ആ കിച്ചണിൽ ആവി പറക്കുന്നത് കണ്ടിട്ട് അതൊക്കെ കാണിച്ചു തരാം. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ ചിക്കി? അമ്മൻ്റെ കുട്ടി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം എന്താ ഒരു പണിയുമില്ല അതിൻ്റെ ചിക്കി ആ ബാഗ് മാന്താൻ പോകുന്നത് ആണോ? ആ ആ ആ ആ ആ ഇത് വേണോ ഒത്തിരി? എന്നാ ഇത് കഴിച്ചാ ഇതാ. മോനത് അവിടെ കിച്ചണിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ നോക്കി വരുന്നുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സ്നാക്കും പിന്നെ ഒരു വെൽക്കം ഡ്രിങ്കും ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സോയ സോസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റായിട്ടുള്ള സോയ സോസ് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചതാണ്. എനിക്കങ്ങനെ ഒരുപാട് ഉപ്പും എരിവുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു സ്വീറ്റ്നെസ്സും സോസിൻ്റെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. എന്തായാലും ഫുഡ് വരുന്ന വരെ തിന്നുകൊണ്ടിരിക്കാൻ തന്ന സാധനം. പിന്നെ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ബാറ്ററിലിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു പ്രോൺസ് ആണ് വിത്ത് സോസ്. ഇതല്ല ടാമറിൻ സോസ് പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ തന്നെ വയറ് ഒരുമാതിരി ഫില്ലായി. ഞാൻ രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിച്ചില്ലായിരുന്നു. ഇതിൻ്റെ വാലടക്കം കഴിക്കാൻ തോന്നുക. അത്രയും ക്രിസ്പിയായിട്ടും. എന്താ ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ബീഫിൻ്റെ ഒരു ഡിഷുമാണ്. നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉണ്ട്. റൈസ് ഇത്ര കുക്കാവുള്ളൂ. അതാ ഞാൻ ചോദിച്ചത്, കുക്ക് ആവാഞ്ഞിട്ടാണോ? ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെ നോർമൽ ഫ്രൈഡ് റൈസ് ഒന്നും ചേഞ്ച് ഉണ്ട്. ഇതെന്താ ബീഫ് പെപ്പർ സാധനം അല്ലേ? ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പ്രതീക്ഷ ഭയങ്കരമായിപ്പോയി ബീഫെന്ന് കേട്ടപ്പോൾ. ലൂസിൻ്റെ ഫുൾ പരിചരണം അച്ഛനല്ലേ ഫുഡ് കഴിക്കുമ്പോൾ. അമ്മ നോക്കാനില്ല. എന്നും അമ്മ നോക്കുമ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ചിരി വരും ചിക്കിൻ്റെ സാധാരണ ഉണ്ടാക്കുന്ന കഞ്ഞി അല്ലേ? കഞ്ഞിയോ പാട്ട് വന്നല്ലോ. ഇതൊക്കെ എന്തൊരു തണുപ്പാന്ന് നോക്ക്. ഇത് നക്കി തണുപ്പിച്ചതാണോ? അത് നല്ല തണുപ്പ് നിന്റെ കൈക്ക്. ഇവിടെ മാത്രം ഇവിടെ ഭയങ്കര ഒരു തണുപ്പ്.
മോന് കഴിക്കാൻ പിന്നീട് ദാൽ ഖിച്ചടി പറഞ്ഞു. ഇങ്ങനെ ഫൗണ്ടെയിനൊക്കെ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പാർട്ട് വരുന്നത്. ഞാൻ ഇതുവരെ വന്ന പരിപാടിയൊക്കെ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്.